Hi children, welcome to my channel Classroom by Jokuttan. How far is the river? Written by Ruskin Bond. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. ഒരു ചെറിയ കുന്നിൻ മുകളിലായിരുന്നു കുട്ടിയുടെ വീട്. ആ കുട്ടിയുടെ വീടിന്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ ആ വലിയ മൗണ്ടെയിൻ കാണാൻ പറ്റും. ആ വലിയ മൗണ്ടെയിൻ്റെ അപ്പുറ ഭാഗത്തായിട്ട് ഒരു പുഴയുണ്ട്. ആ പുഴയാണ് ആ കുട്ടി കാണാൻ ആഗ്രഹിച്ചത്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ ബിഗ് മൗണ്ടെയിൻ. എവിടെയാണ് ആ വലിയ മലയുള്ളത്? കുട്ടിയുടെയും റിവറിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ആ മലയുള്ളത്. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ. ആ കുട്ടി വളരെ ചെറുതാണ്, അതുപോലെ തന്നെ ആ പുഴയും ചെറുതാണ്. ഇവർക്കിടയിൽ ഒരു വലിയ മലയുണ്ടായിരുന്നു. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villages he had heard of the fish in its waters and its rocks. He wished to touch the water and know it personally. What prevented the boy to see the river? The mountain prevented the boy from seeing the river. ആ മലയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെടികളും മരങ്ങളും പുഴയെ അവനിൽ നിന്നും മറച്ചു. അവൻ ഒരിക്കൽ പോലും ആ പുഴയെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ വില്ലേജേഴ്സ് പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. അതിലെ മീനുകളെയും അതിലെ പാറക്കല്ലുകളെയും. അവൻ ആ പുഴയിലെ വെള്ളത്തെ ഒന്ന് തൊട്ടറിയാൻ ഒരുപാട് ആഗ്രഹിച്ചു. He stood in front of his house on the hill opposite the mountain and the grazed across the valley, dreaming of the river. He was about 12 years old, a steady boy with untidy black hairs and shiny black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stone and cool grass. What did the boy heard about the river from the villages? എന്താണ് ആ പുഴയെക്കുറിച്ച് വില്ലേജസിന്റെ അടുത്തുനിന്ന് കുട്ടി കേട്ടിട്ടുള്ളത്? The boy was heard about the fish in the water and about the rocks. Why did the boy likes to walk barefooted? എന്തുകൊണ്ടാണ് അവൻ ചെരുപ്പിടാതെ നടക്കാൻ ഇഷ്ടപ്പെട്ടത്? The boy walked barefooted as he liked the feel of warm stones and cool grass. കുന്നിൻ മുകളിലുള്ള അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ആ മൗണ്ടെയിനെയും അതിനപ്പുറത്തുള്ള വാലിയെയും നോക്കി നിന്നു. ഇതുവരെ അവൻ കണ്ടിട്ടില്ലാത്ത ആ പുഴയെക്കുറിച്ച് അവൻ ഓർത്തു. 12 വയസ്സ് പ്രായമുള്ള കുട്ടിയാണവൻ. ഉറപ്പുള്ള ശരീരം, അൺടൈഡിയായ കറുത്ത മുടി, തിളക്കമാർന്ന കറുത്ത കണ്ണുകൾ, പകിട്ടാർന്ന രൂപമാണ് അവൻ്റേത്. സ്കിന്നിൻ്റെ കളർ എന്താ പറഞ്ഞത്? ബ്രൗൺ സ്കിൻ. അവൻ്റെ കൈ എങ്ങനെയുള്ളതാണ്? പരുപരുത്ത കൈ, കാലുകളിൽ പോറലുകളുണ്ട്. അവൻ ചെരുപ്പിട്ടിട്ടില്ല. അവന് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ല. പിന്നെ എന്താവും കാരണം? നടക്കുമ്പോഴുള്ള കല്ലിൻ്റെ ചൂടും പുല്ലിലെ തണുപ്പുമെല്ലാം അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. It was 11 o'clock and he knew his parents wouldn't return home till evening. There was a lot of bread he could take with him. On the way, he might find some fruits. Here was the opportunity he had waited for. His mother and father was gone to visit relatives for the entire day and left him his own. If he came home before dark, before they returned, they wouldn't know where he had been. How did the boy get a chance to see the river? The boy's father and mother had gone to visit relatives for the entire day and had left him on his own. His parents wouldn't return home till evening. By this time, he could go and see the river. സമയം 11 മണിയായിരുന്നു. വൈകുന്നേരമാവാതെ അവൻ്റെ പേരൻസ് തിരികെ വരില്ല. അവിടെയുള്ള ബ്രെഡിൻ്റെ കഷ്ണം എടുക്കാം. പോകുന്ന വഴി ചിലപ്പോൾ ഫ്രൂട്ട്സും കിട്ടിയേക്കാം. അവൻ കാത്തിരുന്ന് കിട്ടിയ ഒരവസരമാണിതെന്ന് അവന് തോന്നി. അച്ഛനും അമ്മയും ബന്ധുവീട്ടിൽ പോയതാണ്. വീട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. ഇരുട്ടാവുന്നതിന് മുമ്പ്, അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചെത്തിയാൽ ആരും ഞാൻ എവിടെ പോയെന്ന് അറിയുകയുമില്ല.
അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത സമയത്ത് കിട്ടിയ ചാൻസിൽ ആ കുട്ടി പോകാൻ തുടങ്ങുകയാണ്. ഹീ വെന്റ് ടു ദ ഹൗസ് ആൻഡ് റാപ്ഡ് ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. ദെൻ ഹീ ക്ലോസ് ഓൾ ദ ഡോർസ് ആൻഡ് വിൻഡോസ്. അവൻ എന്താണ് ചെയ്തത്? വീട്ടിലുണ്ടായിരുന്ന ബ്രെഡിൻ്റെ കഷ്ണം എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞ് വാതിലും ജനലുമെല്ലാം അടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി. ദെൻ rose and went round the big mountain. It was frequently used by the villagers, the woodcutter, milkman and the mule drivers. But there were no villagers beyond the mountain or near the river. പുഴയിലേക്കുള്ള വഴി കുത്തനെ താഴ്വഴിയിലേക്കും അവിടെ നിന്ന് ഉയർന്ന് ആ മൗണ്ടെയിൻ്റെ ചുറ്റുമാണ്. വില്ലേജേഴ്സും മരം വെട്ടുകാരും പാൽക്കാരും കോവർ കഴുതയും കൊണ്ട് വരുന്നവരുമാണ് ആ വഴി ഉപയോഗിക്കുന്നത്. മൗണ്ടൻ അപ്പുറത്തേക്ക് ഗ്രാമങ്ങളൊന്നുമില്ല. പുഴയുടെ അടുത്തും ഗ്രാമങ്ങളൊന്നുമില്ല. ദ ബോയ് പാസ് എ വുഡ് കട്ടർ ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ദ റിവർ. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് but powerful man with a creased and weathered face and muscles that stood out in hard, ugly limbs. 7 miles, he said, which was fairly accurate. Why do you want to know? I'm going to the river, said the boy. Along, of course. പോകുന്ന വഴിയിൽ അവൻ ഒരു മരം വെട്ടുകാരനെ കണ്ടു. പുഴയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് അവൻ ചോദിച്ചു. 7 miles, അയാൾ പറഞ്ഞു. അയാൾ കാഴ്ചയിൽ ഉയരം കുറഞ്ഞ് കരുത്തനായ, മുഖമെല്ലാം ചുളിവാർന്ന് കരിവാളിച്ച ഒരു മനുഷ്യൻ. അയാളുടെ മസില് അവിടെ ഇവിടെയായി മുഴ പോലെ കാണപ്പെട്ടു. പുഴയിലേക്കുള്ള ദൂരം എന്തിനാണ് അറിയുന്നതെന്ന് അയാൾ കുട്ടിയോട് ചോദിച്ചു. പുഴയിലേക്കാണ് താൻ പോകുന്നതെന്ന് കുട്ടി അയാളോട് പറഞ്ഞു. ഒറ്റയ്ക്കോ? അയാൾ ചോദിച്ചു. അതെ എന്ന് കുട്ടി പറഞ്ഞു. ഡിഡ് ദ വുഡ്കട്ടർ എൻകറേജ് ദ ബോയ് ടു ഗോ ദ റിവർ? നോ, the woodcutter did not encourage the boy to go the river. കുട്ടി ഒറ്റയ്ക്ക് പുഴയിലേക്ക് പോകുന്നതിന് ആ മരം വെട്ടുകാരന് താല്പര്യമുണ്ടാകുമോ? പുഴയിലേക്ക് ആ കുട്ടി ഒറ്റയ്ക്ക് പോകാൻ മരം വെട്ടുകാരൻ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. ആ വുഡ്കട്ടർ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ബട്ട് it is too far. It will take you 3 hours to reach there. And then you have to come back. It will be getting dark. Besides, it is not an easy road. അയാൾ എന്താണ് പറഞ്ഞത്? പുഴ ഒരുപാട് ദൂരെയാണ്. അവിടെ എത്താൻ തന്നെ 3 മണിക്കൂറോളം വേണം. പിന്നെ നിനക്ക് തിരിച്ചു വരണ്ടേ? തിരിച്ചു വരണം. അപ്പോഴത്തേനും ഇരുട്ടാവും. അതുകൂടാതെ അങ്ങോട്ടുള്ള വഴി അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ കുട്ടി എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ. But I am a good walker, said the boy. Though he had never walked further than the mile from his house to his school. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കഷ്ടിച്ചൊരു മൈൽ മാത്രം നടന്ന് പരിചയമുള്ള കുട്ടിയാണ്. അവൻ എന്താണ് പറഞ്ഞത്? ഐ ആം എ ഗുഡ് വാക്കർ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് പോയി. വാസ് ദ ബോയ് എ ഗുഡ് വാക്കർ? പിക്ക് ഔട്ട് ദ സെന്റൻസ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. No, the boy is not a good walker. He had never walked further than the mile from his house to his school. The path was steep and the boy had to run most of the time. It was a dizzy, winding path, and he slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers, and a great wild dahlia suddenly reared his golden head from the leaf and ferns. എങ്ങനെയുള്ള വഴിയായിരുന്നു അത്? നേരെയുള്ള വഴിയായിരുന്നോ? അല്ല, കുത്തനെയുള്ളൊരു വഴിയായിരുന്നു അത്. ആ വഴികളിലൂടെ അവന് ഒത്തിരി നേരം ഓടേണ്ടി വന്നു. അത് വളഞ്ഞു ചുറ്റിയുള്ള വഴികളായിരുന്നു. പല തവണ അവന്റെ കാൽ വഴുതി. ആ കുന്ന് പഞ്ഞൽ ചെടികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഇവയ്ക്കിടയിൽ നിന്ന് ഒരു വൈൽഡ് ഡാലിയ ഗോൾഡൻ തല ഉയർത്തി നോക്കി എന്നാണ് പറയുന്നത്. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. He met a girl who was coming from the opposite direction. She held a long carved knife with which she had been cutting grass. The bangle she wore made music when she moved her hands, and it was those the ants spoke a language of their own. കുട്ടി നടന്ന് താഴ്വഴിയിലെത്തി. അവിടെ നിന്ന് നേരെ മല ചുറ്റിയാണ് പുഴയിലേക്കുള്ള വഴി. അങ്ങനെ അവൻ താഴ്വഴിയിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു.
അവളുടെ കയ്യിൽ എന്താണ് ഉണ്ടായത്? ഒരു കേവ്ഡ് നൈഫ്. പുല്ലരിയാൻ ഉപയോഗിക്കുന്നത് പോലത്തെ ഒരു വളഞ്ഞ കത്തി അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെയോ, ഷീ വോർ ബാംഗിൾസ്. അവൾ എന്തിട്ടിട്ടുണ്ടായിരുന്നു? വളകൾ. അവളുടെ കയ്യിലുള്ള വള അനങ്ങുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ടാവുന്നു എന്ന് അവൻ ഇവിടെ പറയുന്നു. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ റിവർ? ആസ്ക് ദ ബോയ്. The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. എന്താണ് അവൾ പറഞ്ഞത്? പുഴയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് അവൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു. അവക്ക് പുഴയെപ്പറ്റി യാതൊരു അറിവുമില്ല. അതുമല്ലെങ്കിൽ അവൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചായിരിക്കും അവനോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്താണ് അവൾ പറഞ്ഞത്? 20 മൈൽ എന്ന് അവൾ ഒരു മടിയും കൂടാതെ പറഞ്ഞു. The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head. A flash of red and green, the birds disappeared among the trees. പെൺകുട്ടി പറഞ്ഞ മറുപടി കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. ഒരു തത്ത ചിലിച്ചുകൊണ്ട് അവൻ്റെ തലയ്ക്ക് മീതെ പോയി. തത്ത എങ്ങോട്ടാ പോയത്? മരങ്ങൾക്കിടയിലേക്ക്. പച്ചയും ചുമപ്പും നിറം അവൻ ഒരു മിന്നായം പോലെ മാത്രമേ കണ്ടുള്ളൂ. The hands spoke a language of their own. What does the expression mean? പെൺകുട്ടിയുടെ കൈകൾ അതിൻ്റേതായ ഭാഷ സംസാരിക്കുന്നു എന്ന് ഇതിൽ പറഞ്ഞു അല്ലേ? എന്താണത് മീൻ ചെയ്യുന്നത്? When the girl moved her hands, the bangles she wore made music, as though they were speaking each other. കുട്ടി കൈകൾ ഇളക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാവുമല്ലേ? ഒരു മ്യൂസിക് പോലെ. അതവർ തമ്മിൽ സംസാരിക്കുകയാണ് എന്ന് കുട്ടിക്ക് തോന്നി. അതാണ് ഇവരിവിടെ ഉദ്ദേശിക്കുന്നത്. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്പ് ടു ഡ്രിങ്ക്. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിംഗ്. ഹൗവർ ഇറ്റ് സീം ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്ക് ഹിം മോർ ടേസ്റ്റി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഈ സൈഡ് ഓഫ് ദ ഹിൽ ആൻഡ് ദ ഡസ്റ്റി പാർട്ട് ഓഫ് ദ ഹിൽ became more hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. കുന്നിൻ മുകളിൽ നിന്ന് ഒരു ചെറിയ അരുവി ഒഴുകി വരുന്നത് അവർ കണ്ടു. അവിടെ വെള്ളം കുടിക്കാനായിട്ട് അവൻ നിന്നു. തണുപ്പുള്ള നല്ല ഉന്മേഷം തരുന്ന വെള്ളം ആവോളം അവൻ കുടിച്ചു. വെയിലിന് ശക്തി കൂടി. കാലെല്ലാം പൊള്ളുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഏതാണ്ട് 1 മണിക്കൂർ നടന്നു. പകുതി ദൂരം പിന്നിട്ടൂന്ന് അവന് തോന്നി. വാസ് ദ ബോയ് റിയലി ടേസ്റ്റി? വാട്ട് മേഡ് ദ ബോയ് ടേസ്റ്റി? യഥാർത്ഥത്തിൽ അവന് ശരിക്കും ദാഹം തോന്നിയിരുന്നോ? നോ, ദ ബോയ് വാസ് നോട്ട് റിയലി ടേസ്റ്റി. ബട്ട് ദ കോൾഡ് ആൻഡ് റിഫ്രഷിംഗ് വാട്ടർ ദാറ്റ് കെയിം ഫ്രം ദ ഹിൽ സൈഡ് മേഡ് ഹിം ഫീൽ മോർ ടേസ്റ്റി. എന്താണ് കൂടുതൽ ദാഹം തോന്നാൻ കാരണം? അവനത്ര ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കുന്നിൻ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ആ തണുത്ത വെള്ളം അത് കുറച്ചു കുടിച്ചപ്പോൾ വീണ്ടും വീണ്ടും ആർത്തിയോടെ കുടിക്കാൻ അവന് തോന്നി. The boy was not really tasty, but the cold and refreshing water came from the hillside, make him more tasty. Why was the boy sure that he had covered half the way? എന്തുകൊണ്ടാണ് അവന് തോന്നിയത് പകുതി ദൂരം പിന്നിട്ടു എന്ന്? The boy was sure that he had covered the half the way because he had walked for over an hour. 1 മണിക്കൂറിലേറെ ദൂരം അവൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൻ പകുതി ദൂരം പിന്നിട്ടു എന്ന് തോന്നിയത്. Presently he saw another boy ahead of him driving a few goats down the path. How far is the river? He asked. The village boy smiled in a friendly way and said, "Oh, no far. Just round the next hill and straight down." പിന്നെ അവൻ ആരെയാണ് കണ്ടത്? വഴിയിൽ ഒരു കുട്ടി കുറച്ച് ആടുകളുമായി പോകുന്നത് അവൻ കണ്ടു. പുഴയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ ആ വില്ലേജ് ബോയ് എന്താണ് മറുപടി പറഞ്ഞത്? ഒരുപാട് ദൂരമൊന്നുമില്ല. ആ കാണുന്ന മലയെ ചുറ്റി നേരെ താഴേക്ക് പോയാൽ മതി. The boy, feeling hungry, unwrapped the loaf of bread and broke it in half, offering one portion to the village boy. They sat on the hillside and ate in silence. What attitude of the boy revealed here? He is very kind and sympathetic. He had the good quality of sharing things with others. When they had finished, they walked on together and began talking and talking. The boy did not notice the smarting of his feet
and the heat of the sun, and the distance he had covered, and the distance he had yet to covered. But after some time, his companion has dived along another path, and the boy was one more on his own. കയ്യിലിരുന്ന ബ്രെഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ മുന്നോട്ട് നടന്നു. അവർ ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ് നടന്നത്. അങ്ങനെ പോയതിനാൽ അവർ യാത്ര ചെയ്ത ദൂരമോ അവരറിഞ്ഞില്ല. ഇനി അങ്ങോട്ട് നടക്കാനുള്ള ദൂരത്തെക്കുറിച്ചും അവൻ ആലോചിച്ചില്ല. കുറച്ചു സമയത്തിന് ശേഷം അവർ തമ്മിൽ വഴി പിരിഞ്ഞു. വീണ്ടും അവൻ ഒറ്റയ്ക്കായി. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്. He could not beat sea. His own home was also hidden from the view from the side of mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. വില്ലേജ് ബോയ് മറ്റൊരു വഴി നടന്നകന്നുപോയി. പുറകിലേക്ക് നോക്കിയാൽ അവൻ്റെ വീടും ദൃശ്യമല്ലായിരുന്നു. വീട് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ആ മലയുടെ സൈഡ് വീടിനെ മറച്ചിരുന്നു. അവന് കുറച്ച് നിരാശ തോന്നി. അവൻ്റെ കയ്യിലുള്ള ഭക്ഷണവും തീർന്നു പോയി. ഇനി വിശന്നാൽ കഴിക്കാനാണെങ്കിൽ ഒന്നുമില്ല. Why did the boy feel discouraged? എന്തുകൊണ്ടാണ് അവന് നിരാശ തോന്നിയത്? When the village boy left him, he was very sad. He was far away from his home, and the river was in not sight either. So he felt very lonely and discouraged. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരനും പോയി. അവൻ്റെ വീടും ദൃശ്യമല്ല, പുഴയുടെ അടുത്തുപോലും എത്താനും പറ്റിയില്ല. അതുകൊണ്ടാണ് അവൻ ഇച്ചിരി നിരാശ തോന്നിയത്. He was determined to see the river. He walked on along the hot, dusty, stony path, past mud huts and terraced field until there were no more fields or huts, only forest and sun and loneliness. Now there was no man's or any sign of man's influence. Only trees and rocks and brambling and flowers. Only silence. പുഴ കാണണം എന്ന അതിയായ ആഗ്രഹം അവനെ വീണ്ടും മുന്നോട്ട് നടത്തി. എതിലെയാണ് അവൻ നടന്നത്? ഹോട്ട്, ഡസ്റ്റി, സ്റ്റോണി പാത്സ്, പാസ്റ്റ് മഡ് ഹട്ട്സ്. അതെല്ലാം പിന്നിട്ട് അവൻ നടന്നു. പാടങ്ങളോ കുടിലുകളോ ഒന്നും കാണാത്ത സ്ഥലത്തെത്തി അവൻ. അവസാനം കാട് മാത്രമായി. ആൾതാമസമൊന്നുമില്ലാത്ത വിജന സ്ഥലത്തെത്തി അവൻ. എവിടെ നോക്കിയാലും മരങ്ങളും മുൾച്ചെടികളും പൂക്കളും പാറകളും മാത്രമേ ഉള്ളൂ. The silence was very impressive and a little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. The boy found the silence impressive but frightening. Why? സൈലൻസ് അവന് കുറച്ചൊക്കെ ഇഷ്ടമായി, പക്ഷെ പേടിയും തോന്നി. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ദ സൈലൻസ് വാസ് വെരി ഇംപ്രസീവ് ബട്ട് ദർ വാസ് നോ വൺ അറൗണ്ട്, സോ ഹി ഹാഡ് ലിറ്റിൽ ഫ്രൈറ്റൻ. അവിടെ സൈലൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യവാസമുള്ള സ്ഥലമേ അല്ലായിരുന്നു. അതുകൊണ്ടാണ് അവന് ചെറിയ പേടിയൊക്കെ തോന്നിയത്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെഞ്ച്, ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്, എ സഡൻ റോറിംഗ് സൗണ്ട്. The sound of the river. Far down in the valley, the river tumbled over the rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. He was ankle deep in the painful cold mountain water, and the water was blue and white and wonderful. പിന്നീട് ഒരു ഷാർപ്പായിട്ടുള്ള വളവ് വളഞ്ഞു കഴിയുമ്പോഴത്തേനും നിശബ്ദതയില്ലാണ്ടായി. പുഴയുടെ ആർത്തലിച്ച ശബ്ദം അവൻ കേട്ടു. താഴ്വരയിൽ വളരെ താഴെയായിട്ട് പാറക്കല്ലുകൾക്കിടയിലൂടെ നദി ഒഴുകി വരുന്നു. അത് കണ്ടപ്പോൾ ആ കുട്ടിക്ക് വളരെ ആശ്വാസമായി. അവൻ താഴേക്ക് ഓടി. കാലിടറിയും വഴുതിപ്പോവോ ഒക്കെ ചെയ്തു. എന്നിട്ടും അവൻ അതൊന്നും കണക്കാക്കാണ്ട് താഴേക്ക് ഓടി. അവൻ അങ്ങനെ ഓടി വെള്ളത്തിലേക്ക് പോയി ഇറങ്ങി. വേദന ഉളവാക്കുന്നത്ര തണുപ്പുള്ള വെള്ളം. മൗണ്ടെയിൻ വാട്ടർ ആണല്ലേ. നീലയും വെള്ളയും നിറമായിട്ട് അവന് തോന്നി. ആൻഡ് വണ്ടർഫുൾ. അല്ല, എങ്ങനെയാണ് നീലയും വെള്ളയായിട്ട് തോന്നുക? പുഴയിൽ ഒഴുകിപ്പോകുന്ന വെള്ളം കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു നീല കളറായി തോന്നാം. അത് നമ്മൾ കയ്യിൽ കോരിയെടുക്കുമ്പോഴോ ഒരു വെളുത്ത നിറമാണല്ലേ. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. വാട്ട് ബ്രോക്കൺ ദ സൈലൻസ് ഓഫ് സ്പേസ്? എന്താണ് ആ നിശബ്ദത ഇല്ലാണ്ടാക്കിയത്? ദ റോറിംഗ് സൗണ്ട് ഓഫ് ദ റിവർ ബ്രോക്ക് ദ സൈലൻസ്. ദ ബോയ് സ്ലിപ്പ് ആൻഡ് സ്റ്റെമ്പിൾ ബട്ട്
സ്റ്റിൽ ഹീ റൺ. വൈ? അവൻ തെന്നി വീണു, കാലിടറി. എന്നിട്ടും അവൻ ഓടി. എന്തുകൊണ്ടാണ്? ഹി വാസ് വെരി ഹാപ്പി ടു സീ ദ റിവർ വിച്ച് ഹി ഹാഡ് ഓൺലി ഹേർഡ് ഓഫ്. വെൻ ഹി സോ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹിസ് ഹാപ്പിനെസ് ഈസ് നോ ബൗണ്ട്സ്. In his excitement, though he slip and stumble, he still ran. അവൻ അതുവരെ പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള റിവർ കണ്ടപ്പോൾ അവൻ്റെ സന്തോഷം ഇരട്ടിയായി. അവൻ തെന്നി വീണിട്ടും അതൊന്നും കാര്യമാക്കാണ്ട് അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. ഐഡൻറ്റിഫൈ ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വാട്ടർ. വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച വാക്കുകൾ എന്തൊക്കെയാണിവിടെ? ബ്ലൂ, വൈറ്റ്, വണ്ടർഫുൾ, കോൾഡ്, എക്സെട്ര. ഹൂ ഈസ് ദ റൈറ്റർ? റസ്കിൻ ബോണ്ട്. ഈ റൈറ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഈ പാഠത്തിൻ്റെ അടുത്ത ആക്ടിവിറ്റീസുമായി കാണും വരെ താങ്ക് യു.